ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ലേ? ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. JSK ടീസർ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ടീസർ. അവൾ ആ ടീസർ കണ്ടിട്ട് ഇങ്ങനെ വൗ ഫാക്ടർ അടിച്ചിരിക്കുകയാണെന്ന് പറയാം. കാരണം വളരെ മനോഹരമായ, അല്ലെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയ, വളരെ പ്രതീക്ഷ നൽകുന്നൊരു ടീസറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. അത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു ത്രില്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് തോന്നുന്നു സിനിമ അത് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിനുള്ളിൽ ഇത് കാണണം എന്ന് തോന്നും. ചില സിനിമകളുണ്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് കണ്ടാൽ കൊള്ളാമെന്നൊരു നല്ലൊരു പ്രതീക്ഷ നൽകുന്ന, ഒരു എക്സ്പെക്റ്റേഷൻ നൽകുന്ന ഒരു ടീസറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. JSK, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിൻ്റെ സുരേഷ് ഗോപിയുടെ സിനിമയാണ്. സുരേഷ് ഗോപിയുടെ 253ാമത്തെ ചിത്രമാണ്. SG-253 എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ 253ാമത്തെ ചിത്രമാണ്. അദ്ദേഹം വക്കീലായിട്ടാണ് ഈ ചിത്രത്തിൽ, വക്കീൽ കഥാപാത്രമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വക്കീലിട്ട ആ ഒരു സീനൊക്കെ, അല്ലെങ്കിൽ ആ ഒരു നടന്നു വരുന്ന സീനൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ചിന്താമണി കൊലക്കേസാണ്. ചിന്താമണി കൊലക്കേസിലെ ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും, താടിയൊക്കെ വെച്ച് നല്ല സ്മാർട്ടായിട്ട്, നല്ല ഈ പ്രായത്തിന് നല്ല ലുക്കായിട്ടാണ് ഈ സിനിമയിൽ ടീസറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു എനർജറ്റിക്, അല്ലെങ്കിൽ ഒരു എനർജി ഫാക്ടർ ഫീൽ ചെയ്തെന്ന് പറയാം. അതോടൊപ്പം സുരേഷ് ഗോപിയെ കൂടാതെ അനുപമ പരമേശ്വരനുണ്ട്. ഡ്രാഗന് ശേഷം അഭിനയിക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നു ഇത്, അനുപമ പരമേശ്വരൻ, തമിഴ് ചിത്രം ഡ്രാഗന് ശേഷം. പിന്നെ സുരേഷ് ഗോപിയുടെ മോനെ മാധവ് സുരേഷുണ്ട്. അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. അതോടൊപ്പം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ളൊരു ചിത്രമാണെന്ന് തോന്നുന്നു. വളരെ ടീസർ കണ്ടപ്പോൾ തന്നെ നമ്മളെ പ്രേക്ഷകരെ ഒരു മുൻമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ടീസറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതിന്. നല്ല ക്വാളിറ്റി മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണെന്നാണ് ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവീൺ നാരായണനാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയെന്ന് പറയുന്നത് 2018 അംഗരാജ്യത്തെ ചിമ്മന്മാർ എന്നൊരു സിനിമയായിരുന്നു. അദ്ദേഹം അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാനും ഈ ഒരു ചിത്രത്തിനെക്കുറിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ചിത്രം, അംഗരാജ്യത്തെ ജിമ്മന്മാർ എന്നൊരു ചിത്രം ഉണ്ടെന്ന് തന്നെ എനിക്ക് തന്നെ മനസ്സിലായത്. പ്രവീൺ നാരായണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സംവിധായകൻ്റെ പേര്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് JSK. ഏതായാലും സുരേഷ് ഗോപിയുടെ 253ാമത്തെ ചിത്രം, വളരെ നല്ലൊരു ലൈനപ്സാണ്. അദ്ദേഹം ഒറ്റക്കൊമ്പൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ജൂൺ 20-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. ഇത് കണ്ടിട്ട്, ടീസറെ കണ്ടിട്ട് തന്നെ നമുക്കൊരു വളരെ പ്രോമിസ് നൽകുന്നൊരു ടീസറാണ്. ഉറപ്പായിട്ടും നല്ലൊരു സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഒറ്റക്കൊമ്പൻ വരുന്നുണ്ട് 2023, അതായത് 2 വർഷങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ സിനിമയും വരുന്നത്. 2021 ഗരുഡനായിരുന്നു അദ്ദേഹത്തിന് അവസാനം പുറത്തിറങ്ങിയ ചിത്രം. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് നല്ലൊരു കഥയും നല്ലൊരു റോളുമായിട്ടാണ് അദ്ദേഹം വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് മാസ് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആ ഒരു ഗംഭീരവും കാര്യങ്ങളൊക്കെ ഡയലോഗ്സിലൊക്കെ നമുക്ക് പണ്ട് മിസ്സായ ആ ഒരു സുരേഷ് ചേട്ടൻ്റെ ആ ഒരു നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഹീറോ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സൂപ്പർമാൻ ആയിരുന്നു ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ വീണ്ടും ഇതിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഗാംഭീര്യമുള്ള സൗണ്ടും കാര്യങ്ങളുമൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നി. ഏതായാലും ജൂൺ 20-ന് ചിത്രം തിയേറ്ററിലേക്ക് എത്തും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് എന്നാണ് ചിത്രം എടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. വളരെ പ്രോമിസിംഗ് നൽകുന്ന ഒരു ചിത്രവുമായിട്ടാണ് സുരേഷ് ഏട്ടൻ ഈ തവണ എത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.